മധ്യേഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇറാൻ. പഴയ പേര് പേർഷ്യ എന്നാണ്. ഈ ഇറാനും ഇന്ത്യയുമായിട്ട് ഭാരതവുമായിട്ട് വളരെ പണ്ട് മുതലേ ഉള്ള ബന്ധമാണ്. സഹസ്രാബ്ദങ്ങളുടെ പഴക്കം തന്നെ ആ ബന്ധത്തിന് ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ്. അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വളരെ ശക്തമാണ്. നമ്മൾ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ കണ്ടതുപോലെ അല്ല. ഈ അവിടങ്ങളിലൊക്കെ അരങ്ങേറിയ ജെൻസി കലാപം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന യുവാക്കളുടെ പ്രതിഷേധം പോലെയല്ല ഇറാനിൽ. വളരെ ശക്തമായ പ്രതിഷേധമാണ് ചെറുപ്പക്കാർ ഇറാനിയൻ സർക്കാരിനെതിരെ ഉയർത്തുന്നത്. നമുക്കറിയാം, ഇറാനിൽ മതഭരണകൂടമാണ് നിലനിൽക്കുന്നത്. അവിടുത്തെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള ഭരണ സംവിധാനത്തെ ഇറാനിലെ യുവജനത എതിർക്കുന്നു. വെറുമൊരു എതിർപ്പല്ല, കടുത്ത എതിർപ്പാണ് അവർക്കുള്ളത്. ഇറാനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വരുന്നത് ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ്. അവിടെ നിലനിൽക്കുന്നതാകട്ടെ ശരീഅത്ത് ഭരണവും. അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് കീഴിൽ കഴിയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ചും യുവജനങ്ങൾ പറയുന്നത്. സ്ത്രീകളൊക്കെ അവിടെ പർദ്ദ ധരിച്ചും ഈ തലയിൽ തട്ടമിട്ടും ഒക്കെയാണ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പർദ്ദയും തട്ടവുമൊക്കെ ഉപേക്ഷിച്ച് സ്ത്രീകൾ തെരുവിൽ രംഗത്ത് വന്ന് സമരം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. അവിടുത്തെ പോലീസും അതുപോലെ തന്നെ പട്ടാളവുമായിട്ട് പ്രക്ഷോഭകർ ഏറ്റുമുട്ടി ഏതാണ്ട് 2500-ലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ പ്രക്ഷോഭകരാണ്, ചെറുപ്പക്കാരാണ്. അതിൽ നിന്ന് തന്നെ ഇറാനിലെ സ്ഥിതിഗതികൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയിലധികമായി. നമുക്കറിയാം, ഇസ്രയേൽ നേരത്തെ ഹമാസിനെ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇറാനിലും ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേൽ ആരോപിച്ചിരുന്നത് ഇറാൻ ഹമാസിന് ആളും അർത്ഥവും നൽകി, ആയുധവും നൽകി സഹായിക്കുന്നു എന്നാണ്. അത് ശരിയാണ് താനും. ഹമാസിനെ എക്കാലത്തും പോറ്റി വളർത്തിയതിൽ ഇറാന് ഒരു വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയണം. അതൊക്കെ അവിടുത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ വിഷയം അതല്ല. അന്ന് ഇസ്രയേൽ അതിഭീകരമായ രീതിയിൽ ഇറാനെ ആക്രമിച്ചു. ഇസ്രയേൽ മാത്രമല്ല, അമേരിക്ക പോലും ഇറാനെ ആക്രമിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു. കടുത്ത ബോംബിംഗാണ് അവിടങ്ങളിലൊക്കെ നടന്നത്. അന്ന് അവരുടെ ഈ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ജീവൻ അപകടത്തിലാകും എന്ന് പോലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സൈന്യം ബങ്കറിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് സമാധാനം പുനഃസ്ഥാപിച്ച ശേഷമാണ് അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ വീണ്ടും ഈ യുവജനങ്ങളുടെ കലാപം അവിടെ ആരംഭിച്ചതോടുകൂടി വലിയ പ്രതിസന്ധി ഇറാനിൽ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇറാനിലെ ഈ പ്രതിസന്ധിക്കൊക്കെ കാരണം അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അമേരിക്കയുടെ ക്രൂഡ് ഓയിലിന്മേലുള്ള ഈ ഫോസിൽ ഇന്ധനങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ അമിത ആഗ്രഹമാണ് ഇതിനൊക്കെ കാരണം എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം. 1970-കളിൽ ഇറാനിൽ ആരംഭിച്ച വിപ്ലവം, അതിന് എല്ലാ സഹായവും പിന്തുണയും കൊടുത്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ പുതിയ ഒരു ഭരണ വ്യവസ്ഥ നിലവിൽ വന്നു. അവിടെ മത ഭരണകൂടമാണ് പിന്നീട് നിലവിൽ വന്നത്. 1980-കൾ മുതൽ ഇറാൻ ഭരിക്കുന്നത് ഒരു മത ഭരണകൂടമാണ്. ശരീഅത്താണ് അടിസ്ഥാന ഭരണഘടന. അതനുസരിച്ചാണ് അവിടെ നിയമങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാറുമുണ്ട്. മതനിന്ദ കുറ്റം ആരോപിച്ച് നിരവധി ചെറുപ്പക്കാർ ഇറാനിൽ
ശിക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ വധിക്കപ്പെട്ടത് നമുക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ വീണ്ടും ഇതാ ഇറാനിൽ ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ ഭരണകൂടത്തിനെതിരെ, ഇപ്പോൾ നടന്നു വരുന്ന ഭരണ സംവിധാനത്തിനെതിരെ ആണ് ജനങ്ങൾ, പ്രത്യേകിച്ചും യുവാക്കൾ, ചെറുപ്പക്കാർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്, നിയമം കയ്യിലെടുക്കുന്നത്. സൈന്യവും അതുപോലെ അവിടുത്തെ പോലീസുമായിട്ട് ചെറുപ്പക്കാർ നിരന്തരം ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇറാനിലെ തെരുവുകൾ കത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്ക എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്നത് മാതിരി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനിൽ ഇടപെടും, ഇറാനിൽ ഈ പറയുന്നത് പോലെ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇറാൻ ഭരണകൂടം അതിന് മറുപടി പറയേണ്ടി വരും എന്നാണ് അമേരിക്കയുടെ വാദം. ആ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിനെ എതിർത്തുകൊണ്ട് അമേരിക്ക ഏതെങ്കിലും വിധത്തിൽ ഇനി ഇറാനെ ആക്രമിച്ചാൽ, ഇറാൻ ഒരു പോറലെങ്കിലും ഏൽപ്പിച്ചാൽ കനത്ത തിരിച്ചടി നൽകും എന്ന് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നു. അസീസ് നസീർ സാദേഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അമേരിക്ക ഇനി അന്യായമായി, അനാവശ്യമായി ഇറാൻ്റെ വിഷയത്തിൽ ഇടപെട്ടാൽ കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് കൊടുക്കും, അതിന് ഞങ്ങൾക്ക് കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഈ അമേരിക്കയുമായിട്ട്, അമേരിക്കയുടെ വൈറ്റ് ഹൗസുമായിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സംസാരിച്ചിരുന്നു. നിരന്തരം അദ്ദേഹം അവരുമായിട്ട് സംസാരം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സംസാരത്തിന് വേണ്ടുന്ന ആ ഹോട്ട്ലൈൻ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതായത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സംസാരിച്ചിരുന്നത് US-ൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടാണ്. ഈ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടുള്ള ആശയവിനിമയമാണ് ഇപ്പോൾ മുറിക്കപ്പെട്ടിരിക്കുന്നത്. അതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്ക ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ഒരു ഭീതി ഇറാനിൽ മാത്രമല്ല മധ്യേഷ്യയിൽ എമ്പാടുമുണ്ട്. കാര്യങ്ങൾ അപഗ്രഥിച്ച് നോക്കിയാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെനിസ്വേലയിൽ എന്ത് നടന്നു എന്ന് നമുക്കറിയാം. അവിടുത്തെ എണ്ണയിൽ കണ്ണുവച്ചുകൊണ്ട് അമേരിക്ക ചെയ്തു കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാം. വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ ആകട്ടെ വില കൊടുത്തു വാങ്ങുന്ന മാതിരിയാണ് പ്രവർത്തിച്ചത്. അവിടെ വലിയ രീതിയിൽ ജനങ്ങളെ എതിരാക്കിക്കൊണ്ട്, ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോയി. ആ സർക്കാരിനെതിരെ അമേരിക്ക എന്ന രാഷ്ട്രം ഒരു നടപടിയെടുത്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ സർക്കാരിനൊപ്പം നിൽക്കുന്നതിന് പകരം അമേരിക്കയുടെ നടപടിയിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. സമാനമാണ് ഇറാനിലെയും അവസ്ഥ. അതിനിടെ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇറാനിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരെ മടങ്ങി വരാൻ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഭാരതമാകട്ടെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ഇറാൻ വിട്ട് സ്വരാജ്യത്തേക്ക്, സ്വദേശത്തേക്ക് മടങ്ങണം എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇറാനിൽ കഴിയുന്നത് ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്ന് ഭാരതം അവരുടെ പൗരന്മാരോട്, അതിൻ്റെ പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നു. അത്തരം ആൾക്കാരെ ഇറാനിലെ ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു വരുത്തി അവരോട് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇറാനിൽ ഒരു യുദ്ധം ആസന്നമാണ് എന്ന സൂചനയാണ് ഇതൊക്കെ നൽകുന്നത്. അത് ഇന്ത്യയും അമേരിക്കയും മാത്രമല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട്, ഇറാനിൽ വിവിധ ആവശ്യങ്ങൾക്കായി വന്ന തങ്ങളുടെ പൗരന്മാരോട് മടങ്ങി വരാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ്. ഏത് നിമിഷവും ഇറാനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം, അമേരിക്കയുടെ ആക്രമണം നടക്കാം, ഇറാൻ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാൻ ഭരണകൂടത്തോട് അവിടുത്തെ യുവാക്കൾക്ക്, യുവതികൾക്ക്, ചെറുപ്പക്കാർക്ക്, അവിടുത്തെ പൗരന്മാർക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. കാരണം മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി ഞങ്ങളെ അടിമകളെപ്പോലെ കഴിയാൻ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അടിച്ചമർത്തുകയാണ് ഇറാൻ ഭരണകൂടം എന്നാണ് അവർ ആരോപിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ശക്തമായി ഈ മതഭരണ സംവിധാനത്തിനെതിരെ രംഗത്ത് വരുന്നു. മുമ്പും സമാനമായ പല കലാപങ്ങളും നമ്മൾ ഇറാനിൽ കണ്ടതാണ്.
അന്നൊക്കെ ഭരണകൂടത്തിനെതിരെ ഉയർന്ന കലാപങ്ങളെ ഇറാൻ ഭരണകൂടത്തിന് പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളോളമല്ല, ആഴ്ചകളോളം നീണ്ടുനിന്ന കലാപങ്ങൾ പിന്നീട് കെട്ടടങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ സ്ഥിതിഗതികൾ ഇപ്പോൾ അങ്ങനെയല്ല. അത്ര പെട്ടെന്നൊന്നും ഒതുങ്ങുന്ന രീതിയിലല്ല അവിടുത്തെ കലാപവും അതിൻ്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നത്. അമേരിക്കയെ പോലെ ചില രാഷ്ട്രങ്ങൾ പിന്തുണയുമായിട്ട് പിന്നിലുണ്ട് എന്നുള്ളതും കലാപകാരികൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ഇപ്പുറത്ത് മതഭരണകൂടമാകട്ടെ നിയമങ്ങളിൽ ഇളവ് വരുത്തിയും അയവ് വരുത്തിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, അവരെ അടിച്ചമർത്താതെ, അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതവർ ചെയ്യുന്നില്ല. മറിച്ച് മതനിയമങ്ങൾ കൂടുതൽ കർക്കശമായി നടപ്പാക്കാനാണ് അവരുടെ ശ്രമം. ഇത് വലിയ വെല്ലുവിളിയാണ്. ഇറാൻ ജനത ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതൊരു വശത്ത്. എല്ലാ തരത്തിലും ഈ പറഞ്ഞതുപോലെ ഇറാനിലെ സാധാരണ മനുഷ്യരാണ് ബുദ്ധിമുട്ടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോംവഴി മുന്നിലില്ലാതെ അവർ ആകെ ഉഴറുകയാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇറാനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഇറാൻ ജനത മത ഭരണകൂടത്തിൽ നിന്ന് മോചനം നേടുമോ, സ്വാതന്ത്ര്യം നേടുമോ, അതോ ആ മത ഭരണകൂടത്തിന് വിധേയമായി മുന്നോട്ട് പോകുമോ? ഈ അമേരിക്ക ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുമോ? ഇറാൻ ജനതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇറാനിൽ ഒരു ഭരണ അട്ടിമറി നടത്താൻ അമേരിക്ക ശ്രമിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.